നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം സപ്ലൈകോ ഔട്ട്ലെറ്റിൽ സാധനങ്ങളില്ലാത്ത വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ഷാഫി പറമ്പിൽ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഇവരുമായി രശ്മി ചേരുക. രശ്മി, ഷാഫി പറമ്പിൽ MLA ആണ് സപ്ലൈകോ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭാ നടപടികളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ MLA ആണ്. ഈ സപ്ലൈകോ സമാനതകളില്ലാത്ത സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സപ്ലൈകോ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നൊരു വിഷയം തന്നെയാണ്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ 13 സബ്സിഡി സാധനങ്ങളിൽ ഒന്നുപോലും ലഭ്യമാകുന്നില്ല എന്നുള്ളത്. 1600ഓളം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ സബ്സിഡി വസ്തുക്കളൊന്നും തന്നെ ലഭിക്കാതെ സാധാരണക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ ഇത് ആ രീതിയിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഈ ബജറ്റിൽ ഉൾപ്പെടെ ഈ സപ്ലൈകോയെ അവഗണിച്ചു എന്നുള്ളത് അത് ഭക്ഷ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചൊരു കാര്യമാണ്. കേവലം 10 കോടി രൂപ മാത്രമാണ് ബജറ്റിൽ ഈ ഒരു സപ്ലൈകോയ്ക്കായി വകയിരുത്തിയിരിക്കുന്നതിലുള്ള അതൃപ്തി CPI മന്ത്രി കൂടിയായ GR അനിൽ പരസ്യമായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ CPI മന്ത്രിമാരുടെ വകുപ്പുകളോട് സർക്കാർ ഈ ഒരു അവഗണന നടത്തുന്നു എന്നുള്ളത് അത് നിലവിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ ഒരു 500 കോടി രൂപയെങ്കിലും അധികമായി സപ്ലൈകോയ്ക്ക് അനുവദിക്കണം എന്നുള്ള ഒരു പരാമർശമൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ 1500 കോടിയോളം രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാൻ ഉള്ളത്. അതും ഈ വിപണി ഇടപെടലിന്റെ ഭാഗമായി കരാറുകാർക്ക് കുടിശ്ശിക നൽകാനുള്ളത് 500 കോടിയാണ്. ഇത്തവണ ഈ വിതരണക്കാരൊന്നും തന്നെ ടെൻഡറിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അന്യസംസ്ഥാന കർഷകരും മില്ലുടമകളും ഒക്കെ തന്നെ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടി സപ്ലൈകോയുടെ ഒരു പ്രതിസന്ധി ഇരട്ടിയായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ നവകേരള സദസ്സിൽ ഉൾപ്പെടെ അതിൽ ലഭിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായി കോടികൾ വകയിരുത്തിയ സർക്കാർ ഏറ്റവും സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള സ്ഥലമാണ് സപ്ലൈകോ. അവിടെ സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക എന്നുള്ളത്. പക്ഷേ അത് ഒരിടത്ത് പോലും 1600ഓളം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്തുള്ളതിൽ ഒരിടങ്ങളിലും ഈ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ലഭ്യമല്ലാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഴവങ്ങാടിയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ഉൾപ്പെടെ ഈ വിഷയം വലിയ രീതിയിൽ എത്രത്തോളം രൂക്ഷമായൊരു പ്രതിസന്ധിയാണ് സപ്ലൈകോ നേരിടുന്നത് എന്നുള്ളതിന്റെ ചിത്രം തുറന്നു കാട്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഷാഫി പറമ്പിൽ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സുരേഷ്.